നമസ്കാരം. പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ ഉപയോഗിക്കുന്ന ടൂൾ കിറ്റുകൾ SDP-യുടെ പക്കൽ എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് പാക് ഭീകരവാദ സംഘടനകളായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടൂൾ കിറ്റുകളാണ് SDP-യുടെ പക്കൽ ഉള്ളതായിട്ട് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. ഇവർക്ക് ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഫണ്ടുകൾ തന്നെ ലഭ്യമാകുന്നുണ്ട്. അതായത് ഇത്തരം ഭീകരവാദ സംഘടനകൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെയ്ഷെ മുഹമ്മദിനൊക്കെ ലഭിക്കുന്ന തരത്തിൽ ഇവർക്ക് ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ആണ് മറ്റൊരു വിവരം. PFI നിരോധനം നേരത്തെ ഏർപ്പെടുത്തിയപ്പോൾ അതിലെ പ്രവർത്തകരൊക്കെയും ഈ SDP-യിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. ചിലർ മുസ്ലിം ലീഗിലേക്കും എത്തിയിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തന ശൈലിയെ നിരോധിക്കാൻ വളരെ പ്രയാസകരമാണ്. ഇവരെ കോടതിയിൽ എത്തിച്ചിട്ട് ഈ ഭീകരവാദികൾ ഇതിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഇവരെ നിരോധിക്കണം എന്ന് കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള വിധി നേടിയെടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടോടേറിയ ഒരു കാര്യം തന്നെയാണ്. അത് കോടതിയിൽ തെളിയിക്കാൻ വളരെയധികം പ്രയാസമാണ്. അതായത് ഈ ഭീകരവാദ സംഘടനകൾ ഒരു ഭീകരവാദ സംഘടനയെ നിരോധിക്കുമ്പോൾ ഇവർ മറ്റൊരു ഭീകരവാദ സംഘടന ഉണ്ടാക്കുകയാണ്. നേരത്തെ ഇന്ത്യൻ മുജാഹിദിനായിരുന്നു, പിന്നീട് സിമിയായി, പിന്നീട് PFI ആയി, ഇപ്പോൾ SDP ആയി. ഇങ്ങനെ ഇവർ കേരളത്തിൻ്റെ നിരത്തുകൾ കീഴടക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കുന്നതിന് NGOകളുണ്ട്. ഇപ്പോൾ റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, നാഷണൽ വുമൺ ഫ്രണ്ട് തുടങ്ങിയ NGOകൾ ഇവരെ സഹായിക്കുന്നതിനുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്ന സത്യസരണി പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. PFI വോട്ട് ബാങ്ക്, ഒരു PFIയുടെ ഒരു വോട്ട് ബാങ്ക് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് PFI വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ PFI മാറി SDP-യിലേക്ക് മാറി ആ വോട്ട് ബാങ്കാണ്. അതായത് SDP ആണ് കേരളത്തിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കൊപ്പം ഇവരും പ്രവർത്തിക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇവർ കടന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതോടൊപ്പം തന്നെ ഇവർക്ക് മറ്റു തരത്തിലുള്ള പ്രവർത്തിക്കുന്നതിന് മറ്റൊരു യൂത്ത് ഫ്രണ്ടും ഇവർക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഈ യൂത്ത് ഫ്രണ്ടിനെയാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത്. കേരളത്തിലെ അന്തരീക്ഷത്തിൽ മതം കടത്തി വിട്ടുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ഇസ്ലാമികരുടെ ഇടയിൽ ഒരു പിന്തുണ നേടിയെടുക്കുവാൻ തന്നെ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ ഇവർക്ക് വലിയ പിന്തുണ തന്നെയുണ്ട്. ചില ഗ്രാമങ്ങളിൽ വളരെ വലിയ സ്വാധീന ശക്തിയായിട്ട് തന്നെ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ചില ഗ്യാരണ്ടികൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ഇസ്ലാമിക അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഇവർ കാര്യമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് ബംഗ്ലാദേശിലും ഇവർ നടപ്പിലാക്കിയെടുത്തത്. അതായത് അവിടെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ വളരെ റാഡിക്കലായിട്ടല്ല പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് അവിടെ ഹിന്ദു വിരുദ്ധ കലാപം നടത്തുന്നതിൽ, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് SDP-യും ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. ഇവർ പ്രവർത്തിച്ച് വിജയിപ്പിച്ച അതേ പാറ്റേൺ തന്നെയാണ് അവർ കേരളത്തിലും നടപ്പിലാക്കുന്നത്. ഇൻ്റലിജൻസ് ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേരള സർക്കാരിന് ഇതിനു മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ട്. അവർ ലവ് ജിഹാദിൻ്റെ പ്രവർത്തനങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നും ലഹരി ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു എന്നും കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിന് ഒരു വളക്കൂറുള്ള മണ്ണായിട്ടാണ് ഇവർ കണക്കാക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ കേരള സർക്കാരിന് ഇൻ്റലിജൻസ് ഏജൻസികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിനനുസരിച്ചൊന്നും പ്രവർത്തിക്കുവാനായിട്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഏറ്റവും അധികം ഈ ഭീകരവാദ സംഘടനകൾ ബാധിച്ചിരിക്കുന്നത് വടക്കൻ കേരളത്തിലാണ്. അവിടെ ചെറിയ ഗ്രാമങ്ങൾ പോലും ഇവർ ഭരണഘടന മാറ്റി നിർത്തിക്കൊണ്ട് ശരിയാ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതായത് അവിടെ ശരിയാ നിയമം, ഇസ്ലാമിക നിയമം തന്നെയാണ് അവർ നടപ്പിലാക്കുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ആൾറെഡി ഇതൊക്കെയും നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി ഇതിന് മുന്നിലേക്ക്, അതായത് രഹസ്യമായിട്ട് പിന്നണിയിൽ ഇതൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി മുന്നണിയിൽ എങ്ങനെ ഇത് കൊണ്ടുവരാം എന്നുള്ള പ്രവർത്തനമാണ്, എന്നുള്ള ചിന്തകളാണ് ഇവർക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഘട്ടം ഘട്ടമായ ശ്രമങ്ങൾ അവർ ആരംഭിച്ചും കഴിഞ്ഞു. കേരളത്തിലെ 3ആയിട്ട് വീഴ്ച കഴിഞ്ഞാൽ അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന രീതിയിൽ വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങൾ വളരെ ശക്തിയുള്ള മേഖലകളിൽ, മുസ്ലിങ്ങൾക്ക് വളരെ ശക്തിയുള്ള മേഖലകളിൽ ഇവർ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പഞ്ചായത്തിലെ പല ഇടങ്ങളിലും ഇവരുടെ സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല പഞ്ചായത്തുകളിലും ഒരു പ്രതിപക്ഷ നിരയിലേക്ക് തന്നെ, പ്രതിപക്ഷത്തിലേക്ക് തന്നെ അത്രയും അധികം സീറ്റുകൾ നേടിക്കൊണ്ട് തന്നെ അവർ വിജയിച്ചിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു രീതിയിലുള്ള അവരുടെ സ്വാധീനം ഇനി നിയമസഭയിലേക്കും അവർക്ക് ആ രീതിയിൽ മുന്നോട്ട് നിയമസഭയിലേക്കും അവരുടെ ഒരു ഭൂരിപക്ഷം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അവർക്കതിന് വലിയ പിന്തുണയും ലഭിക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നടക്കം CPM നിലടക്കം വലിയ പിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് വലിയ ശക്തമായ ഫണ്ടിംഗ് ഉണ്ട്. മണി ലൗണ്ടറിങ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ഇവർക്ക് ധനസമ്പാദനം നേടിയെടുക്കുന്നുണ്ട്, ധനം സമ്പാദിക്കുന്നുണ്ട്. അങ്ങനെ വൈറ്റ് കോളർ ടെററിസം, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ടെററിസം, ലഹരി ജിഹാദ്, ഇങ്ങനെ പല തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇവിടെ സജീവമാണ് ഇവർ. ഇവിടെ ഈ അടുത്ത സമയത്താണ് തിരുവനന്തപുരത്ത് ഒരു അമ്മയും അച്ഛനും ചേർന്ന് മകനെ ISISലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള അവനൊരു പ്രേരണ കൊടുത്തത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ കുറച്ച് നാൾ മുന്നെയാണ് മുഹമ്മദ് ആദിൽ എന്ന് പറയുന്ന ISISൻ്റെ റിക്രൂട്ടർ പിടിയിലായത്. അപ്പോൾ കേരളത്തിൽ ISISൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ഭീകരവാദ സംഘടനകളെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ വലിയ പിന്തുണയാണ് കൊടുക്കുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ഒരു ചെറിയ പക്ഷം കോൺഗ്രസിലേക്ക് എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ തറയിലൊന്നുമല്ല, അവരെ താങ്ങി നടക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ. മുഖ്യമന്ത്രിയും അവരെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ ഒരു വലിയ പിന്തുണ ഈ ഭീകരവാദ സംഘടനകൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ അവരെങ്ങനെയാണ് അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ മാറി നടക്കുക, എങ്ങനെയാണ് അവർ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തനം നടത്തുക എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.